എന്തോടെ ഇത്? നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പരീക്ഷയ്ക്ക് പോകണം. ഇല്ലടാ, ഞാൻ ഈ വർഷത്തെ വോട്ടർ പട്ടിക ഒന്ന് നോക്കുകയാണ്. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് നീ എന്തോ ഇലക്ഷൻ മത്സരിക്കാൻ പോകണം. എടാ, ഈ വോട്ടർ പട്ടികയിൽ നിന്റെ പേരുണ്ടോ എന്ന് നോക്കണം. എന്തിനാ എന്നെ നോക്കണത്? കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്തവനാണ് ഞാൻ. പിന്നെയാണ് നിനക്ക് ഈ ലിസ്റ്റിൽ ഉണ്ടാവുന്നത്. എല്ലാത്തിനും കാണും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്റെ പേര് വരണമെന്നില്ല. എന്താണ് അങ്ങനെ? അതൊരു കാര്യത്തെ പരിപാടിയായി പോയല്ലോ. അങ്ങനെയാണ്. നമ്മുടെ BLO വരുന്നുണ്ട്. BLOരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇന്നും ഇവിടെ ഉണ്ടോ? എന്താ പരിപാടി? നമ്മൾ ഈ വോട്ടർ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. എവന്റെ പേര് ഇതിനകത്തില്ല. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല ആശാനെ, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തതാണ്. ഇപ്പൊ ഇതിൽ നോക്കിയപ്പോൾ ഇതിൽ വോട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് എന്ന് പറയുന്നത് ഈ പറയുന്ന 2025 ജൂലൈ 23 ഇറങ്ങിയ പുതിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ്. നീ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷന് വോട്ട് ചെയ്തു എന്ന് കരുതി ഇതിൽ നിന്റെ പേരുണ്ടാവണമെന്നില്ല. മനസ്സിലായ? അതെന്താണ് അങ്ങനെ വരുന്നത്? സുരേഷേ, നീ ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നീ വോട്ട് ചെയ്തു. നിന്റെ പേര് വോട്ടേഴ്സിന് പേരുണ്ടായിരുന്നു. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണ്. ഇത് എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയാണ്. നീ അവിടെ വോട്ട് ചെയ്തു എന്നതുകൊണ്ട് ഇവിടെ പേര് വരണമെന്നില്ല. അല്ല, അപ്പോൾ പിന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് തന്നെയാണ് ഇപ്പോഴത്തെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം. പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. പലരും വിചാരിക്കുന്നു ഞാൻ ലോക്സഭയിൽ കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തു, അതുകൊണ്ട് എൻ്റെ പേര് ഇതിൽ കാണുമെന്ന് പലരും പേര് ചേർക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എടാ, ഇത് നിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, എത്രയോ പേര് രാവിലെ പോലും എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഓരോന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ പേര് പോലും ഇതിനകത്തില്ല. അല്ല മാഷേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വരുന്ന ആഗസ്റ്റ് 7 വരെ സമയമുണ്ട്. അതായത് പുതുതായി ആരുടെയെങ്കിലും പേര് ഇതിലില്ലെങ്കിലോ പുതുതായി ചേർക്കുന്നോ എന്തെങ്കിലും തിരുത്തൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ആഗസ്റ്റ് 7 വരെ സമയമുണ്ട്. ഈ ആഗസ്റ്റ് 7 നിങ്ങൾക്ക് പുതുതായിട്ട് പേര് ചേർക്കുകയും എന്തെങ്കിലും തിരുത്തൽ വരികയും ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള BLOമാരെ നിങ്ങൾ തിരക്കുക. BLOമാർ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ചെല്ലുക. അതിന് സർക്കാരിൻ്റെ സൈറ്റ് നമുക്കുണ്ട്. ഇതൊന്നും പലർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇപ്പോൾ തന്നെ ഈ വിവരം എല്ലാവരെയും അറിയിക്കണം. നമ്മുടെ ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് ഷെയർ ചെയ്യണം. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് വെറുതെ കളയാനുള്ളതല്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നമ്മളതിൽ പങ്കാളികളാകണം. നമുക്കിപ്പോൾ തന്നെ പോയി വേണ്ട കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അവരെ കൊണ്ടെല്ലാം ഈ വോട്ടർ ലിസ്റ്റ് പേരില്ലാത്തവരെ എല്ലാം നമുക്ക് ചേർക്കണം. ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മുഴുവൻ പേരെയും 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരെയും നമുക്കിതിൽ ചേർക്കണം. അതിനായി സർക്കാരിൻ്റെ സൈറ്റുണ്ട്, sec.kerala.gov.in. ഇത് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും അറിയിക്കുക. എല്ലാ പത്രങ്ങളിലും വാർത്ത വരുന്നുണ്ട്. പക്ഷേ പലരും ഇതിനെപ്പറ്റി ബോധേടല്ല. അതുകൊണ്ട് നമ്മളെ ചെറുപ്പക്കാർ നമ്മുടെ സംഘങ്ങൾ വഴി നമ്മുടെ ക്ലബ്ബ് വഴി നമ്മളെല്ലാവരും അറിയിക്കുക. ഈ പറയുന്ന ആഗസ്റ്റ് 7 വരെ സമയമുണ്ട്. ആഗസ്റ്റ് 7 എല്ലാവരും നിങ്ങളുടെ പേര് വോട്ടേഴ്സിൽ ഉണ്ടാകുന്ന പരിശോധിക്കുക. ഇല്ലെങ്കിൽ അടിയന്തരമായി ചേർക്കേണ്ടതാണ്. എങ്കിൽ വാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒട്ടും സമയം കളയണ്ട. ഇപ്പോൾ തന്നെ പോയി പേര് ചേർക്കണം. തീർച്ചയായും എൻ്റെ മകൻ്റെ പേരും ഇതിനകത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ജോലികൾ തീർക്കാം. നീ കയറി, നമുക്ക് പോവാം. ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നിങ്ങളുടെ പേര് ചിലപ്പോൾ വോട്ടേഴ്സിൽ ഉണ്ടെന്നിരിക്കും. എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ ഈ വരുന്ന ആഗസ്റ്റ് 7 മുമ്പ് നിങ്ങളുടെ പേരുകൾ ഉണ്ടോ എന്ന് തിരക്കുക. ഇല്ലെങ്കിൽ അടിയന്തരമായി വോട്ടേഴ്സ് ലിസ്റ്റ് ചേരാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവും.